എല്ലാ മാന്യ സുഹൃത്തുക്കൾക്ക് ട്യൂഷൻ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നിപ്പോ ഒരു ഐക്കോമിന്റെ HF ഉണ്ട് കയ്യിൽ. അപ്പൊ അതൊന്ന് സർവീസ് ചെയ്യാൻ വന്ന സെറ്റാണ്. ഒരു കംപ്ലൈന്റ് ആയിട്ട് കത്തിയൊക്കെ പോയിട്ട് ശരിയാക്കാൻ വേണ്ടി വന്ന സെറ്റാണ്. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. ഹാമുകളായിട്ടുള്ള പല ആളുകളും എന്തെങ്കിലും സർവീസിന്റെ കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും അക്സസറീസ് ഒക്കെ നമ്മളുടെ അടുത്ത് മേടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് HF ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവരതിനെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാറുണ്ട്. പിന്നെ നമ്മളിപ്പോ സർവീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചൊക്കെ വെച്ചേക്കണെങ്കിൽ മിക്കവാറും ഹാമുകൾക്ക് ഇതൊന്ന് അഴിച്ചിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം പറയാറുണ്ട്. ഞാൻ ചിലപ്പോ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇതിപ്പോ അഴിച്ചപ്പോഴത്തേക്കും ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയപ്പോ അത് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വീഡിയോ എടുത്തു. അല്ലാണ്ട് ഇതിന്റെ ഭയങ്കരമായ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകണ്ട. ഇതിന്റെ ഉള്ളിലുള്ള പാർട്സ് ഒക്കെ ബോർഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എത്ര ഉള്ളൂ അത് എല്ലാവർക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഹാംസിന് ഒരുപാട് മിക്കവാറും ആൾക്കാർക്ക് ഇതൊരു താല്പര്യം ഉണ്ടെന്ന് തോന്നിയ കാരണം ഷൂട്ട് ചെയ്യുന്ന വീഡിയോ. ഓക്കെ, നമുക്കിപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഇത് ഐക്കോമിന്റെ IC7300 എന്ന് പറഞ്ഞൊരു HF ആണ്. ഒരുപാട് പ്രത്യേകതകൾ പറയാനുള്ള ഒരു സെറ്റാണ്. ഇത് നല്ല ക്വാളിറ്റിയിൽ നല്ല ഭംഗിയായിട്ടാണ് ഈ സാധനം ഇവർ മേക്ക് ചെയ്തേക്കണെന്നാണ് ഇത് അഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അതിന്റെ ഈ സ്പീക്കർ പോലും വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവർ ഫിറ്റ് ചെയ്തേക്കണം. ഈ സ്പീക്കർ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പിന്നെ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്യാബിനിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുള്ളൂ. ബാക്കിയുള്ള ഐക്കോമിന്റെ സെറ്റിൽ ഞാൻ അങ്ങനെ തന്നെ കണ്ടേക്കണം. പക്ഷെ ഇത് ഇതിന് ഒരു ബോക്സ് പോലെ, ഇൻബിൽറ്റ് ബോക്സ് പോലെ തന്നെ ഈ ബോഡി തന്നെ ഒരു ബോക്സിന്റെ രൂപത്തിലാക്കി അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സൗണ്ട് ക്ലാരിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതാണ് ഇതിന്റെ പവർ സപ്ലൈയും ട്രാൻസ്മീറ്ററും ഒക്കെ ഇതാണ്. അത് ഫൈനലൊക്കെ ഇതിൻ്റെ അകത്താണ് വർക്ക് ചെയ്യണത്. ഇത് രണ്ടും ഇതിന്റെ ഫൈനലാണ്, ഔട്ട്പുട്ടാണ്. പിന്നെ പവർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട DC 13.8 ഇൻപുട്ട് കൊടുക്കുന്ന സോക്കറ്റ് ഇതാണ്. നേരെ ഈ ലൈൻ ഇങ്ങോട്ട് കയറി വരുന്നതും ഈ ബോർഡിലേക്ക് തന്നെയാണ്. പിന്നെ ഇതിന്റെ ഒരു ബാൻഡ് പാസ് ഫിൽട്ടർ ആണ്. അതിന്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ബോർഡ് വരുന്നത്. പിന്നെ ഇത് തിരിച്ചാല് ഇതിന്റെ മെയിൻ കൺട്രോള് ഒക്കെ നടക്കുന്നത് ഈ ബോർഡിലാണ്. കുറച്ച് കാര്യങ്ങൾ ഈ ഫ്രണ്ട് പാനൽ ബോർഡിലുണ്ട്. ബാക്കിയുള്ള ഒരു പ്രൊസസർ ICയും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ബോർഡിലാണ്. പിന്നെ ഇത് ഒരു ഓട്ടോമാറ്റിക് ട്യൂണറാണ്. അതായത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉള്ള ഒരു ഓട്ടോമാറ്റിക് ട്യൂണറിന്റെ ബോർഡാണത്. ഇത്രയും ബോർഡുകളാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഈ ഇപ്പൊ നമ്മൾ കണ്ടത് കൂടാതെ ഫ്രണ്ട് പാനലിലും ഉണ്ട് ഒരു PCB ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കാണുന്നത് പോലെ. ബാക്കിയുള്ള VHF HF ബേസുകളെ പോലെ തന്നെ ഈ ഒരു ബോഡി ഉണ്ടല്ലോ ഇതിന്റെ, അത് മെയിൻ ആയിട്ട് ഈ ഫൈനല് മോസ്ഫെറ്റിന്റെ ടെമ്പറേച്ചർ കളയാൻ വേണ്ടി തന്നെയാണ് മെയിൻ ആയിട്ട് ഇത്രയും വലിയ ഒരു ഹെവി ആയിട്ടുള്ള ബോഡി കൊടുത്തേക്കണത്. പിന്നെ അത് കൂടാതെ തന്നെ ഒരു ഫാനും ഇതിൻ്റെ അകത്ത് അവർ കയറ്റിയിട്ടുണ്ട്. ഫാനൊക്കെ നല്ല വലിയ ഫാനാണ് കൊടുത്തേക്കണം. ഇത് നമ്മളുടെ 13.8 DC ഇൻപുട്ട് കൊടുക്കാനുള്ള സോക്കറ്റ്. ഇത് ആന്റിനയുടെ സോക്കറ്റ്. ഇത് വന്നിട്ട് ഒരു എക്സ്റ്റേണൽ ട്യൂണർ കൊടുക്കണമെങ്കിൽ, എക്സ്റ്റേണൽ ഓട്ടോമാറ്റിക് ട്യൂണർ കൊടുക്കണമെങ്കിൽ അതിന്റെ കണക്ടർ ഇതിൻ്റെ അകത്താണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇത് ഡാറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സോക്കറ്റുകളാണ്. ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട്. പിന്നെ ഇതിന്റെ പവർ സപ്ലൈ ഈ ഒരു ഫിൽറ്റർ വഴിയാണ് കൊടുത്തേക്കുന്നത്. ഈ കണക്ടറിൽ 13.8 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവര് കമ്പനി കൊടുത്തേക്കുന്നത് ഈ പവർ സപ്ലൈയിൽ ഫിൽറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമില്ല, ഇതിന്റെ അകത്തൊരു ഫെറൈറ്റ് കോമൊക്കെ വെച്ചിട്ട് ഈ കേബിള്, ഈ പവർ സപ്ലൈയുടെ ഈ കേബിള് തന്നെ ഒരു കോയിൽ എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കി എല്ലാവരും ലൈൻ ഫിൽറ്റർ പോലെ യൂസ് ചെയ്തേക്കണാണ്. അപ്പൊ ലൈനിൽ പവർ സപ്ലൈ എന്ന് വരുന്ന കുറെ നോയ്സ് കളയാൻ വേണ്ടിയിട്ട് ഈ ഫിൽറ്റർ കൊണ്ട് പറ്റും. പിന്നെ ഇതില് 2 ബ്ലൈഡ് ഫ്യൂസും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. 40 ആംപിയർ ആയിരിക്കണം ഇതിന്റെ ഫ്യൂസ്. ഇല്ല, 30 ആംപിയർ ഫ്യൂസ് കൊടുക്കണം. 30 ആംപിയർ ഫ്യൂസ് ആണ്, ബ്ലൈഡ് ഫ്യൂസ് ആണ് ഇതിന്റെ അത്. അതേപോലത്തെ 2 ലൈനിലുണ്ട്. നമുക്കിത് ഇനി പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യാം. പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആയി കാണിച്ചു തരാം. പവർ സപ്ലൈ ഇപ്പൊ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 13.8 വോൾട്ട് DC കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവ് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സോക്കറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ പവർ ഓൺ ഓഫ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത കളറാണ് ക്ലിയർ ആയിട്ട്. പിന്നെ ഇത് ടച്ച് സ്ക്രീനും കൂടെ ഉണ്ട്. ഇത് ഓരോ സെറ്റിങ്ങും ഓരോ സ്ഥലത്തു നിന്ന് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ കൺട്രോളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺട്രോളും അങ്ങനെയുള്ള ഇതൊക്കെ
ഡബിൾ പർപ്പസ് നമ്മൾ ലിൻകോയിലൊക്കെ കാണുന്ന പോലെ സ്പോഞ്ച് കൺട്രോൾ അതിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഉള്ളിലൊരു നോബും പുറത്ത് വോളിയം കൺട്രോളും ഒക്കെ ആയിട്ടാണ് ഇതിന്റെ കൺട്രോളുകളൊക്കെ വന്നേക്കണം. എല്ലാ സ്വിച്ചുകളും നല്ല സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യാൻ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള സ്വിച്ചുകളാണ്. കൺട്രോളൊക്കെ വീണ്ടും വീണ്ടും പറയണം, അത്ര പെർഫെക്ഷൻ തോന്നിയതുകൊണ്ടാണ്. ഇതാണ് ഇതിന്റെ അകത്ത് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. വേറെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഹാമുകൾക്ക് ഉപകാരപ്രദമാകുന്ന പല പല വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇനിയും വരും. ഒരുപാട് വീഡിയോസ് ഓൾറെഡി കിടപ്പുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.